ലോക ചരിത്രത്തിൽ 70 ലക്ഷം യഹൂദന്മാരെ ക്രൂരമായി കൊന്നൊടുക്കിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം പേറുന്ന ഒരേ ഒരു ഭരണാധികാരിയാണ് നാസി പടയുടെ നേതാവും ജർമ്മൻ ഏകാധിപതിയുമായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ. ക്രൂരമായ ആ യഹൂദ വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലറെ കുറിച്ചുള്ള ചരിത്രം മാത്രമേ ലോകത്തിൽ പലർക്കും അറിവുള്ളൂ എങ്കിലും ആ ക്രൂരകൃത്യത്തിനായി ഹിറ്റ്ലറെ പ്രേരിപ്പിച്ച കറുത്ത കരങ്ങൾ 1940കളിൽ ജെറുസലേമിലെ മുഫ്തിയായിരുന്ന ഹജ്ജ് അമീൻ അൽ ഹുസൈനി ആയിരുന്നു എന്ന യാഥാർത്ഥ്യം ഇന്നും ചരിത്രത്തിൽ നിശബ്ദമായി കിടക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നൊടുക്കിയത് ക്രൈസ്തവനായ ഹിറ്റ്ലർ ആണെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനിടയിൽ കുത്തിത്തിരിപ്പിനും മുതലെടുപ്പിനും ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികൾ അറിയേണ്ട കാര്യം, കുറ്റം ചെയ്തവരെ പോലെ തന്നെ ശിക്ഷയ്ക്ക് അർഹരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവരും എന്ന സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്ഷിപ്രകോപിയായിരുന്ന ഹിറ്റ്ലറുടെ യഹൂദ വിരോധം എന്ന ദൗർബല്യത്തെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ജൂതന്മാരെ കൂട്ടക്കുരുതി നടത്തിയതിന് പ്രധാന ഉത്തരവാദിയും പ്രേരകനും അമീർ അൽ ഹുസൈനി തന്നെയാണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 1941 നവംബർ 28-ന് ഹുസൈനിയും ഹിറ്റ്ലറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയെന്നതിന് ചരിത്രത്തിൽ വ്യക്തമായ തെളിവുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലത്ത് ഹിറ്റ്ലർ ജർമ്മൻ പട്ടാളത്തിലെ ഒരു കോർപ്പറൽ ആയിരുന്നു. യുദ്ധത്തിൽ ജർമ്മനി വിജയിക്കുമെന്നും അതിൻ്റെ പേരിൽ തങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാമെന്നും അറബ് രാജ്യങ്ങൾക്ക് നല്ല ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അറബികൾ ജർമ്മനിയുടെ സ്വാഭാവിക സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ബ്രിട്ടൻ നേതൃത്വം കൊടുത്ത സഖ്യകക്ഷികളുടെ മുന്നിൽ ജർമ്മനി അടക്കമുള്ള അച്ചുതണ്ട് ശക്തികൾ കീഴടങ്ങിയതിൻ്റെ പിന്നിലെ മുഖ്യ കാരണം ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റുകളും ഉൽപ്പതിഷ്ണുക്കളും കമ്മ്യൂണിസ്റ്റുകളുമാണെന്നും യഹൂദന്മാർ ജർമ്മനിയെ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണെന്നും വിശ്വസിച്ച ഹിറ്റ്ലർക്ക് ഇവരോടെല്ലാം കടുത്ത പക രൂപപ്പെട്ടു. യുദ്ധത്തോൽവിയെ തുടർന്ന് ജർമ്മനി പട്ടിണിയിൽ കഴിയുമ്പോഴും കഠിനാധ്വാനികളായ യഹൂദർ വ്യാപാരങ്ങളും മറ്റു ചെയ്ത് നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ട നാസികൾ അവർക്കെതിരെ കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. ഈ വൈരാഗ്യബോധവും അസഹിഷ്ണുതയും ഉള്ളിലിരിക്കെ 1933 ഹിറ്റ്ലർ ജർമ്മനിയിൽ ചാൻസലറായി. അക്കാലത്ത് ജൂതന്മാരെ ജർമ്മനിയിൽ നിന്ന് പുറത്താക്കണമെന്നല്ലാതെ കൂട്ടക്കുരുതി ചെയ്യാൻ ഹിറ്റ്ലർക്ക് പദ്ധതി ഉണ്ടായിരുന്നില്ല. 1939 ജനുവരിയിൽ ജർമ്മനിയുടെ പാർലമെന്റായ റീച്ച്സ്റ്റാഗിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഹിറ്റ്ലർ ആ കാര്യം തുറന്നു പറയുകയും ചെയ്തതാണ്. അങ്ങനെയായിരുന്നെങ്കിൽ യഹൂദന്മാർക്കൊപ്പം ഹിറ്റ്ലറുടെ കോപത്തിന് പാത്രമായ ജർമ്മനിയിലെ ഡെമോക്രാറ്റുകളെയും ഉൽപ്പതിഷ്ണുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും അദ്ദേഹം കൊല്ലേണ്ടതല്ലേ? എന്നാൽ യഹൂദരെ മാത്രമാണ് ഹിറ്റ്ലർ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയത്. നിങ്ങൾ അവരെ പുറത്താക്കിയാൽ അവരെല്ലാം പലസ്തീനിലേക്ക് വരുമെന്നും അത് സംഭവിക്കാതിരിക്കാൻ അവരെ ചുട്ടരിക്കണമെന്നുമുള്ള ഹുസൈനിയുടെ ശക്തമായ പ്രേരണ കൊണ്ടാണ് അദ്ദേഹം യഹൂദ കൂട്ടക്കൊല ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഹുസൈനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പണി ചെയ്തിരുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ തീരുമാനിക്കുന്നത്. ഹുസൈനിയുടെ ഉള്ളിലുണ്ടായിരുന്ന കടുത്ത ജൂത വിരോധമാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ജൂതരെ എവിടെ കണ്ടാലും കഴുത്തറുക്കുക എന്ന 1929-ലെയും 1944-ലെയും അദ്ദേഹത്തിൻ്റെ ജിഹാദ് ആഹ്വാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹുസൈനിയുടെ കുൽസിതമായ പ്രേരണ അനുസരിച്ച് അങ്ങേയറ്റം കിരാതമായ യഹൂദ കൂട്ടക്കുരുതിക്ക് ഹിറ്റ്ലർക്കൊപ്പം കയ്യാളായി നിന്ന് അഡോൾഫ് ഐക്യുമാൻ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജർമ്മനിയുടെ തോൽവിക്കും ഹിറ്റ്ലറുടെ ആത്മഹത്യയ്ക്കും ശേഷം മുഖമൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ആരുമറിയാതെ അർജന്റീനയിൽ പോയി താമസിച്ചെങ്കിലും ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി സേന അവിടെ ചെന്ന് അയാളെ പൊക്കിക്കൊണ്ടുവന്ന് കൊന്നുകളയുകയായിരുന്നു. ഈ ഐക്യുമാൻ്റെ ഒരു കാര്യസ്ഥൻ്റെ മൊഴിയിലും ഹുസൈനിക്കെതിരെ ഈ ആരോപണം ഉയർത്തിയതിൻ്റെ ചരിത്ര രേഖകൾ ലഭ്യമായിട്ടുണ്ട്. അതിനാൽ 70 ലക്ഷം യഹൂദരുടെ കൂട്ടക്കുരുതിക്ക് ഹിറ്റ്ലറെ പ്രേരിപ്പിച്ച ജെറുസലേമിലെ മുഫ്തി ഹജ്ജ് അമീൻ അൽ ഹുസൈനും കൂട്ടരും നടത്തിയ മഹാ കൂട്ടക്കുരുതി പ്രേരണ കുറ്റത്തിൽ നിന്ന് അവർ എങ്ങനെ മോചിതരാകും?